അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPIM നേതാവ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ അരുൺകുമാർ, ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള നിരവധിയായ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ BJPയുടെ അഴിമതി നാടകങ്ങൾ എതിരെ അല്ലെങ്കിൽ അത് തുറന്നു കാണിച്ച ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത് CPIM-ഉം ഇടതുപക്ഷവുമാണ്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന് ഒരു ഐക്യമുന്നണി രൂപപ്പെടേണ്ട ആവശ്യകതയും ഈ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണി പല ഘട്ടങ്ങളിൽ രാജ്യത്താകമാനം പറയുകയുണ്ടായി. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ദില്ലി രാംലീല മൈതാനിയിൽ ഒരുമിക്കുമ്പോൾ അത് രാജ്യത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ തന്നെ അട്ടിമറിക്കുന്ന നടപടിക്രമങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് ഘട്ടം ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ അടക്കം മുന്നോട്ട് പോകുമ്പോഴാണ് ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ED ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം വരെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ നടക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദായ നികുതി കൊടുത്ത മുൻ വർഷത്തെ കണക്കുകൾ, പ്രത്യേകിച്ച് 93-94 വർഷത്തെ, അതായത് 30 വർഷം മുമ്പുള്ള അവരുടെ ആദായ നികുതി വകുപ്പിന്റെ അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ഉന്നയിച്ചു വരെ കോടിക്കണക്കിന് രൂപ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. CPM, CPI അതുപോലെ തന്നെ TMC അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇത് മുൻപ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത സംഭവവികാസങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇല്ലാതാക്കാൻ, ദുർബലപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും മറ്റ് ഏജൻസികളെയും എല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടു, ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോയി പല കമ്പനികൾ, കോർപ്പറേറ്റുകൾ, ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു, പല രേഖകൾ കണ്ടെടുക്കുന്നു. അതിനുശേഷം കോടിക്കണക്കിന് രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടുന്നതോടുകൂടി എല്ലാ അന്വേഷണവും പിന്നീട് ഇല്ലാതാകുന്നത് നാം കാണുകയാണ്. ഇപ്പോ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനുള്ള കാരണം ഒരു ശരത് റെഡ്ഡി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയാണ്. ഈ ശരത് റെഡ്ഡി സാക്ഷിയായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി ED രേഖപ്പെടുത്തുമ്പോൾ ഒരു തരത്തിലും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശമില്ല. രണ്ടാമത് മൊഴിയെടുക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശമില്ല. അദ്ദേഹത്തെ വീണ്ടും മൂന്നാമത് മൊഴിയെടുക്കാൻ വിളിച്ച് പ്രതിയാക്കി മാറ്റി ജയിലിലേക്ക് അടച്ചു. അപ്പോൾ 5 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. ഇലക്ട്രൽ ബോണ്ട് കിട്ടിയതിന് ശേഷം നടത്തിയ മൊഴിയെടുപ്പിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയുന്നതും അതുപോലെ തന്നെ പ്രതി മാപ്പുസാക്ഷിയായി മാറുകയും, അപ്പൊ ആദ്യം സാക്ഷി പ്രതിയായി, പ്രതി മാപ്പുസാക്ഷിയായി മാറി വീണ്ടും ഈ കേസിൽ തെളിവുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഇതെല്ലാം ഒരു ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം എന്ന് പറയുന്നത് പോലെ തന്നെ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ ഐക്യനിരയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പൊ 28ഓളം രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയായി ബീഹാറിലും മഹാരാഷ്ട്രയിലും എല്ലാം സീറ്റ് ധാരണയിലായി, UPയിലും എല്ലാം വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. BJP 300 സീറ്റ് നേടും, 400 സീറ്റ് നേടും എന്നൊക്കെ കണക്കുകൾ അവർ വലിയ പ്രതീക്ഷയോടെ പറയുന്നുണ്ടെങ്കിലും അത് എവിടെയാണ് അവർക്ക് സീറ്റ് മെച്ചപ്പെടുക എന്നതിനെ കുറിച്ച് ഒന്നുമില്ല. കാരണം ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഒരു പ്രതീക്ഷയില്ല. കേരളം, തമിഴ്നാട്, കർണാടകം, അതുപോലെ ആന്ധ്ര, തെലങ്കാന ഒരു പ്രതീക്ഷയില്ല. വടക്കേന്ത്യയിലാണെങ്കിൽ മാക്സിമം കിട്ടാവുന്ന സീറ്റ് അവർക്ക് കഴിഞ്ഞോളം കിട്ടി. രാജസ്ഥാൻ അതുപോലെ തന്നെ ഗുജറാത്ത് മുഴുവൻ സീറ്റും അവർക്കാണ്. അപ്പൊ അവിടെയൊന്നും സീറ്റിന്റെ എണ്ണം വർദ്ധിക്കുന്നില്ല. ഉത്തർപ്രദേശിലാണെങ്കിൽ കഴിഞ്ഞോണം 62 സീറ്റ് അവർക്ക് കിട്ടി. ഈ തവണയൊന്നും ആ നേട്ടത്തിലേക്ക് എത്താൻ കഴിയില്ല. ബീഹാറും മഹാരാഷ്ട്രയും കഴിഞ്ഞോണം BJPക്ക് കിട്ടിയതിന്റെ പകുതി പോലും എത്താൻ കഴിയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും മറ്റ് ഏജൻസികളെയും എല്ലാം ദുരുപയോഗം ചെയ്ത് നേതാക്കന്മാരെ കള്ളക്കേസിൽ കൊടുത്തി, അതുപോലെ തന്നെ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടാണ് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ എല്ലാം ജയിൽവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കള്ളക്കേസ് ED എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ, ആദായ നികുതി വകുപ്പിന്റെ തെറ്റായിട്ടുള്ള അസസ്മെന്റുകളും വിവരശേഖരണവും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളും അക്കൗണ്ട് ബ്ലോക്കിംഗ്, ഇത്തരത്തിലുള്ള മുഴുവൻ തെറ്റായ നടപടികൾക്കെതിരായിട്ടാണ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ മഹാറാലി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ പാട്നയിൽ വലിയ റാലി നടന്നിരുന്നു, മുംബൈയിൽ നടന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഒരു ഗതിവേഗം വർദ്ധിപ്പിക്കും, കൂടുതൽ ഐക്യനിര കെട്ടിപ്പൊടുക്കും, രാജ്യത്തെ തകർക്കുന്ന, ഭരണഘടനയെ തകർക്കുന്ന BJP സർക്കാരിന്റെ പ്രവർത്തനത്തെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ, BJPയുടെ പതനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സന്ദേശമായി ഈ റാലി മാറുമെന്നതിൽ സംശയമില്ല. ശരി, നന്ദി. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറാണ് പ്രതികരിച്ചത്.